നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സാന്റിയാഗോ ബെർണാബുവിൽ പോയിട്ട് റയൽ മാഡ്രിഡിനെ 3-1 തോൽപ്പിച്ച് 3 പോയിന്റും കൊണ്ട് AC മിലാനിലേക്ക് മടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. അതിൽ പല ഹീറോകളുണ്ട്. പക്ഷേ മൈക്ക് മൈഗ്നൻ്റെ പ്രകടനം എടുത്തു പറയണം. മിലാൻ്റെ മാജിക് മൈക്ക് അവർക്ക് 3 പോയിന്റും കൊണ്ട് ബെർണാബുവിൽ നിന്ന് തിരികെ പോകാമെന്ന് ഉറപ്പാക്കിയതിൽ പ്രധാന റോള് വഹിച്ചിട്ടുണ്ട്. റയൽ സ്കോർ കാർഡ് സൂചിപ്പിക്കും പോലെ അത്ര പൂറായിട്ടല്ല കളിച്ചത്. മികച്ച രൂപത്തിൽ അവർ ശ്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ മിലാനേക്കാൾ കൂടുതൽ അവസരങ്ങൾ അവർ ഉണ്ടാക്കിയെടുത്തിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗോൾ അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഒരു ഗോൾ അടിച്ചു പെനാൽറ്റിയിലൂടെ വിനി ജൂനിയർ, ശരിയാണ്. ഒടുവിലൊക്കെ റൂഡിഗറുടെ ഗോള് അത് ഓഫ് സൈഡ് വിധിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി. നിരവധി അവസരങ്ങൾ അവർ ഉണ്ടാക്കിയെടുത്തപ്പോഴും മൈക്ക് മൈഗ്നൻ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. മാജിക് മൈക്കിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകളിലേക്ക് പോയാൽ 9 സേവുകളാണ് ഈ ഒറ്റ കളിയിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിൽ 5 ഇൻസൈഡ് ദി ബോക്സിൽ നിന്നാണ്. 0.59 ഗോൾസ് ആണ് അദ്ദേഹം പ്രിവെൻറ്റ് ചെയ്യുന്നത്. 2 ഹൈ ക്ലൈംസ് ഉണ്ടായിരുന്നു. സക്സസ്ഫുൾ റൺ ഔട്ട് ഒരു തവണ നടത്തി. അത് അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. അദ്ദേഹത്തിന് sofascore.com നൽകിയ റേറ്റിംഗ് 8.9 സോ മിലാൻ്റെ മാജിക് മൈക്ക് അവർക്ക് 3 പോയിന്റും കൊണ്ട് ബെർണാബുവിൽ നിന്ന് മടങ്ങാൻ പറ്റും എന്ന് ഉറപ്പാക്കിയിരുന്നു. ഏതായാലും ആഞ്ചലോട്ടി പറഞ്ഞ പോലെ ഇതവർക്ക് നല്ലൊരു മൊമെൻ്റ് അല്ല റയലിന്. ഇനി കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ, അല്ലാത്ത പക്ഷം പണി കിട്ടും. ആഞ്ചലോട്ടി ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞു, ഇത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പ്ലെയറെ എടുത്തുകൊണ്ട് ഇൻഡിവിജ്വൽ പ്രശ്നമല്ല, ഇവിടെ പ്രശ്നം ടീം എന്ന നിലയിൽ മികച്ച പെർഫോമൻസ് നടത്തുന്നില്ല എന്നുള്ളതാണ്. ഞാനതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തേണ്ട സമയമായിരിക്കുന്നു എന്ന് ആഞ്ചലോട്ടി പറയുന്നു. ആ സൊല്യൂഷൻ അദ്ദേഹം കണ്ടെത്തുമെന്നും റയൽ വീണ്ടും പഴയ മികവിലേക്ക് ഉയരുമെന്നുമുള്ള പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കാൻ ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.